ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചോപ്പ് സ്റ്റിക്സ് എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചിട്ടാണ്. ചോപ്പ് സ്റ്റിക്സ് ഇത് അഭയ് ഡിയോളും മിഥില പൽക്കർ എന്ന് വെച്ചാൽ നമ്മുടെ ലിറ്റിൽ തിങ്സ് എന്ന് പറഞ്ഞ സിനിമ സീരീസ് കണ്ടവർക്കറിയാം. അതിലെ നായികയാണ്. അതേപോലെ കർവാൻ. ഈ പടം ഈ നടി ഒരു പുതിയ കാർ വാങ്ങിക്കും. പുതിയ കാർ വാങ്ങിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, അമ്പലത്തിൽ പോകുന്നു തോയാൻ. പുതിയ കാറല്ലേ, അപ്പോൾ അതിന് പറ്റിയിട്ട് നമ്മളിങ്ങനെ പുതിയ എന്തെങ്കിലും കാറോ വീടോ ഒക്കെ വാങ്ങിച്ചാൽ നമുക്ക് നമ്മളോരോ ആചാരമുണ്ടോ. അതേപോലെ ഇവർ പോകുന്ന സമയത്ത് ഒരു ആൾ അവിടെ ചോദിക്കുന്നു, പാൻ പാർക്കുണ്ട്, ഞാൻ വേണമെങ്കിൽ പാർക്ക് ചെയ്ത് തരാം, ഇത്രയും തിരക്കല്ലേ. അങ്ങനെ ആൾ അവിടെ ഉണ്ട്. സ്ലിപ്പ് കൊടുക്കുന്നു അയാൾ. അപ്പോൾ പൈസ വന്നിട്ട് തന്നാൽ മതി നിർത്തി പോകുന്നു. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തോന്നി തിരിച്ചു വരുമ്പോൾ ഇവരുടെ ഈ കുട്ടിയുടെ കാറ് കാണാനില്ല. എന്നിട്ട് ഈ കുട്ടി ഇങ്ങനെ തിരഞ്ഞ് വയ്യ പോലീസിൻ്റെ അടുത്ത്. അപ്പോൾ പോലീസ് അവിടെയുള്ള ഒരാൾ പറഞ്ഞു, ഇവിടെ അങ്ങനെ ഒരു പേപ്പർ വർക്കും ഇല്ല, നിങ്ങളുടെ കാറ് മോഷണം പോയി. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. ഈ കാറ് മിസ്സിങ് ആയ വിവരം പറയും. അങ്ങനെ അവിടെ ഉള്ള ഒരാൾ പറയും, എൻ്റെ കാറ് 3 ദിവസമായി മിസ്സിങ്, ഇവർ ഒന്നും നോക്കുകയും ചെയ്യില്ല, ഒരാളുണ്ട് അയാളടുത്ത് പോയാൽ മതി എന്ന് പറയും. എന്നുവെച്ചാൽ സീക്രട്ടായിട്ട് അന്വേഷിക്കുന്ന പോലീസൊന്നും അല്ലാത്ത ആളുണ്ടാവില്ല അവരുടെ അടുത്ത്. അങ്ങനെ പോകുന്ന ഒരു കഥയാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് തീമാണ്. മൊത്തമായിട്ട് പടം കിടിലനായിട്ടില്ലെങ്കിൽ തീം കിടിലാണ്. അപ്പോൾ വ്യത്യസ്തമായ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പടം കാണാം. ചോപ്പ് സ്റ്റിക്സ് നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയതാണ്, നമുക്ക് കാണുക.